അഹമ്മദ് നമസ്കാരം. നമസ്കാരം. നിലമ്പൂരിന്റെ ഇപ്പോഴത്തെ ഈ ഒരു ഘട്ടത്തിൽ പുതിയതായിട്ട് വന്നു ചേർന്നിരിക്കുന്ന പല അപ്ഡേറ്റുകളുടെ അടിസ്ഥാനത്തിൽ അങ്ങ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇപ്പൊ ഏറ്റവും ഒടുവിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത് സംഘപരിവാറിന് വേണ്ടിയിട്ട് കൂട്ടുപിടിക്കുകയാണ്, ചൂട്ട പിടിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിന്റെ ഭാഗമായിട്ടൊക്കെ ഒരുപക്ഷെ സ്വരാജിന് വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടായേക്കാം എന്നാണ്. അതൊക്കെ എനിക്ക് തോന്നുന്നു വി. ഡി. സതീശന്റെ ഒരു ആശങ്ക മാത്രമാണ് ഈ ഘട്ടത്തിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്തരത്തിൽ ഈ പറയുന്ന ദേശീയ രാഷ്ട്രീയമോ ഈ കേരള രാഷ്ട്രീയമോ ഒന്നും നിലമ്പൂരിനെ ബാധിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നിലമ്പൂരിലെ ഇഷ്യൂ ഒരേ ഒരു മൗലികമായ ഇഷ്യൂ PV അൻവറാണ്. PV അൻവറിനെ ഫിനിഷ് ചെയ്യണോ അതോ PV അൻവർ എന്ന രാഷ്ട്രീയ സംസ്കാരത്തെ കേരളത്തിൽ ഇനിയും വാഴാൻ വിടണമോ എന്ന ചോദ്യമേ ഉള്ളൂ. അത് തീരുമാനമാകും ഏറെക്കുറെ ഈ തെരഞ്ഞെടുപ്പോടുകൂടി സ്വീകാരം. അതിനുവേണ്ടി എത്ര കാലം, ഞാൻ പറയും, നമ്മളൊരു ചൊല്ല് പറയാറുണ്ടല്ലോ, ഉം. കുറച്ചു കാലം കുറച്ചാളുകളെ പറ്റിക്കാം, ഉം. അല്ലെങ്കിൽ ദീർഘകാലത്തേക്കും കുറച്ചാളുകളെ പറ്റിക്കാം, എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലേ, പറയാറില്ലേ? അൻവർ എന്തായി ചെയ്തുകൊണ്ടിരിക്കുന്നത്? അൻവറിന് എന്തായിരുന്നു സത്യത്തിൽ വേണ്ടത്? ശശി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ വന്നു കഴിഞ്ഞപ്പോൾ അൻവറിന്റെ മലബാർ മഹാരാജാവ് എന്ന കച്ചവടം, എല്ലാ അധോലോക കച്ചവടവും, എല്ലാ ഉദ്യോഗ കച്ചവടവും, എല്ലാ കള്ളക്കടത്തും, എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെ മേലുള്ള നായകത്വം, എല്ലാ ഈ കാട്ടുകൊള്ളയും അദ്ദേഹത്തിന് നടത്താമായിരുന്ന ഒരു കാലം വിട്ടിട്ട് അവിടെ ശശി നേരിട്ട് ഡീൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അൻവറിനുണ്ടായ ഇച്ഛാഭംഗമാണല്ലോ കാരണം, അല്ലെ? ആ അതെ. കാരണത്തിന് അദ്ദേഹത്തിന് വേണ്ടിയിരുന്നത് പിണറായി വിജയനെ വെല്ലുവിളിച്ച് പിണറായിസത്തിനെതിരാണെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് ആളുകളെ മൊബിലൈസ് ചെയ്ത് സെന്റിമെന്റലാക്കിയിട്ട് അദ്ദേഹത്തിന് നേരിട്ട് വന്ന് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കി. ഉപതെരഞ്ഞെടുപ്പിൽ UDF-ന്റെ കാൻഡിഡേറ്റ് ആയിട്ട് PV അൻവറിന് മത്സരിക്കണം. അതായിരുന്നല്ലോ ഇഷ്യൂ. അതെ. അത് കോൺഗ്രസ്സുകാരോട് നേരെ ചൊവ്വേ പറഞ്ഞില്ല. ഉം. UDF-നോട് നേരെ ചൊവ്വേ പറഞ്ഞാൽ മനസ്സിലാവും. അത് പറഞ്ഞില്ല. അതിന് പകരം പല കളികളാണ് കളിക്കാൻ നോക്കിയത്. ആദ്യം അദ്ദേഹം പല പാർട്ടികളിലായിട്ട് ചേരാൻ നോക്കി. ഉം. അത് നടന്നില്ല. രണ്ടാമത് UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചു. എന്നിട്ട് പറഞ്ഞത് എന്താ വെച്ചാൽ UDF-ൽ അദ്ദേഹം തന്നെ രണ്ട് സ്ഥാനാർത്ഥികളെ ചൂണ്ടിക്കാണി, അതായത് ഒരു സ്ഥാനാർത്ഥി അദ്ദേഹം പ്രഖ്യാപിച്ചു. അപ്പൊ അതിന്റെ അർത്ഥം വെച്ചാൽ ആര്യാടൻ ഷൗക്കത്തും VS ജോയിയും രണ്ട് സ്ഥാനാർത്ഥികൾ ഉണ്ട് എന്ന് വന്നാൽ അൻവർ എന്തായാലും മുൻ MLA ആണല്ലോ, നമ്മളോട് സഹകരിക്കാൻ തയ്യാറാണല്ലോ, പിണറായിസത്തിനെതിരുമാണല്ലോ. അതുകൊണ്ട് തൽക്കാലം അൻവർ മതി ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് കോൺഗ്രസ് പറയുമെന്നാണ് ഈ സാധു വിചാരിച്ചത്. പക്ഷേ കോൺഗ്രസിന് ആ ബുദ്ധി മനസ്സിലായി. കോൺഗ്രസ് അത് കൃത്യമായി നിലകൊള്ളി. PV അൻവറിന് ജീവിതത്തിൽ ഒരു ലക്ഷ്യമേ ഉള്ളൂ. അദ്ദേഹം ലോകത്തിലെ എല്ലാ പാർട്ടിയിലും ചേരാൻ പോയി, ഇന്ത്യയിലുള്ള എല്ലാ പാർട്ടികളിലും ചേരാൻ പോയിട്ടുണ്ട്. അതെ. പക്ഷെ അദ്ദേഹത്തിന് ഒരു പാർട്ടിയും അദ്ദേഹത്തിന് വേണ്ട. അദ്ദേഹത്തിന് ഒരു പാർട്ടി ഉണ്ടാക്കാനും താല്പര്യമില്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെക്കാൾ പ്രധാനം അദ്ദേഹത്തിന്റെ കച്ചവടമാണ്, അധോലോക വ്യാപാരങ്ങളാണ്. അതിന് അദ്ദേഹത്തിന് വേണ്ടത് അദ്ദേഹത്തിന് MLA ആവണം, മന്ത്രിയാവണം. അദ്ദേഹത്തിന് CPM-നോട് തെറ്റാനുള്ള രണ്ട് കാരണങ്ങളേ ഉള്ളൂ. ഒന്ന് ശശി ആണെങ്കിൽ മറ്റൊന്ന് അബ്ദുറഹ്മാനെ മന്ത്രിയാക്കിയ സമയത്ത് അദ്ദേഹം മന്ത്രിയാവുമെന്ന് ആഗ്രഹിച്ചിരുന്നു. അത് ആയില്ല എന്നുള്ളേ ഉള്ളൂ കുഴപ്പം. അതുകൊണ്ട് PV അൻവറാണ് അവിടുത്തെ ഫാക്ടർ. അതിപ്പോ തീരും. PV അൻവർ എത്ര വോട്ട് പിടിച്ചാലും PV അൻവർ MLA ആകാൻ പോകുന്നില്ല എന്നുള്ള ഉറപ്പല്ലേ. അല്ല, അതങ്ങനെ വിട്ടാൽ മതി. അൻവറിന്റെ കയ്യിൽ ചില ബോംബുകൾ ഉണ്ട്, അതൊക്കെ പുറത്തു വിടുന്നാണ് പറയുന്നത്. എന്ത് ബോംബ്? അൻവറിന്റെ കയ്യിലുള്ളതിനേക്കാൾ ഏറെ ബോംബ് UDF-ന്റെയും LDF-ന്റെയും കയ്യിൽ അൻവറിനെതിരായിട്ടുണ്ട്. എന്തെല്ലാം കേസുകളാണ് അൻവറിനെതിരായിട്ട് അറിയൂ. അതൊക്കെ അൻവർ പൊട്ടിക്കും എന്ന് പറയുള്ളൂ. അൻവർ അതൊന്നും പൊട്ടിക്കാനൊന്നും പോകുന്നില്ല. അൻവർ ഇപ്പൊ ഒടുവിൽ കളിച്ച കളി എന്താ? എന്തിനാ അദ്ദേഹത്തിന് 5 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളല്ലേ അൻവർ? ഓർമ്മയുണ്ടോ അതെ, ഗൗതമന്? അതെ, അതെ. ആദ്യം വയനാട് ലോക്സഭയിൽ മത്സരിച്ചിട്ടുണ്ട്, ഏറനാട് നിയമസഭയിൽ മത്സരിച്ചിട്ടുണ്ട്, പൊന്നാനി ലോക്സഭയിൽ മത്സരിച്ചിട്ടുണ്ട്, പക്ഷെ അവിടെയൊക്കെ നിലമ്പൂരിൽ അൻവർ കരുത്ത് കാണിച്ചു, വലിയ വോട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു, 2 തവണ തോറ്റെങ്കിലും. സമ്മതിച്ചു, കരുത്ത് കാണിച്ചു എന്നുള്ളത് സമ്മതിച്ചു. പക്ഷെ അങ്ങനെ കരുത്ത് കാണിച്ച അൻവറിന് നോമിനേഷൻ കൊടുക്കാൻ അറിയില്ലേ? 2 നോമിനേഷൻ കൊടുത്തപ്പോ ഒന്ന് പിൻവലിക്കാൻ വേണ്ടി തന്നെ അല്ലെ തള്ളിക്കളയാൻ തന്നെ കൊടുത്തത് എന്തിനാ എന്ന് വെച്ചാല് തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ അദ്ദേഹം നേരത്തെ പറഞ്ഞ കുറെ ബഡായി ഉണ്ട്. ഉം. മമതാ ബാനർജി നേരിട്ട് വരും, 15 മന്ത്രിമാര് വരും, 40 MP-മാര് വരും എന്നൊക്കെ പറഞ്ഞല്ലോ. ഉം. അതൊക്കെ പറഞ്ഞത് നടപ്പാക്കാൻ എളുപ്പമല്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് ഈ തൃണമൂൽ കോൺഗ്രസിന്റെ തള്ളിപ്പോയാൽ പണ്ട് വന്ന ഓട്ടോറിക്ഷയിൽ തന്നെ അദ്ദേഹത്തിന് കയറി വന്നിട്ട് ഞാൻ സ്വതന്ത്രനാണെന്ന് പറഞ്ഞ് മത്സരിക്കാം. അപ്പൊ കുറെ സാധുക്കളെ തെറ്റിക്കാൻ പറ്റും. പഴയ ഓട്ടോറിക്ഷ തന്നെയാണല്ലോ അൻവർ സാഹിബിന്റെ എന്ന് പറഞ്ഞ ആളുകൾ വോട്ട് ചെയ്യുന്ന. അത് നടക്കുന്ന കാര്യമല്ല. ഇപ്പൊ എല്ലാവർക്കും അൻവറിനെ അറിയാം. മാത്രമല്ല ഈ 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഇപ്പോ ഇത് ക്ലെയിം ചെയ്തിട്ടുണ്ട്, ഓട്ടോറിക്ഷ. അതുകൊണ്ട് അൻവറിനെ തട്ടിപ്പൊന്നും ഇത്തവണ എനിക്ക് തോന്നുന്നില്ല. എല്ലാ കാലത്തും പറ്റിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു. ആം ആദ്മി പാർട്ടി പിന്തുണ കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു, ഇന്ന് അവരും തള്ളിപ്പറഞ്ഞു. ഇനി ആരും ബാക്കിയില്ല. അൻവർ ഒറ്റയ്ക്ക് എത്ര വോട്ട് അൻവർ ഈ കള്ളപ്പണം കൊടുത്ത് പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എത്ര അൻവർ ഒരു ദുർബലന്മാരായ 20,000 വോട്ട് പിടിച്ചാൽ അത് വലിയ പ്രഹരമേൽക്കില്ലേ UDF-ന്?
20,000 വോട്ട് അൻവറിന് എവിടുന്ന് പിടിക്കാനെന്ന് എനിക്കറിയില്ല. നിലമ്പൂരിൽ നിന്ന് പിടിക്കാൻ യാതൊരു സാധ്യതയില്ല. അൻവർ ഇപ്പൊ ഈ കൊണ്ടുവന്ന അവിടെ അവിടെ ആ പ്രകടനം നടത്തിയ ആളുകൾ പോലും അവിടെ വോട്ടുള്ളവരല്ല. അദ്ദേഹത്തിന്റെ എല്ലാ പൊതുയോഗങ്ങളിലും ഗൂഡല്ലൂരിൽ നിന്ന് കൂലി കൊടുത്ത ആളുകളെ കൊണ്ടുവരുന്നുണ്ട്, പല ഭാഗത്തു നിന്നും കൊണ്ടുവരുന്നുണ്ട്. അതൊന്നും അവിടുത്തെ വോട്ടർമാരല്ല. അൻവറിന് ഇപ്പോഴത്തെ അവസ്ഥയിൽ എത്ര വോട്ട് പിടിക്കാൻ പറ്റുമെന്ന് 2 ദിവസം കഴിയുമ്പോൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അൻവറിന്റെ സാധ്യതയൊക്കെ വളരെ വളരെ മോശമാണ്. അൻവർ ജയിക്കും എന്നൊക്കെ പറയുന്നത് ഒരു നമ്പർ, അത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണമല്ലോ. മത്സരിക്കുന്ന ഏത് സ്ഥാനാർത്ഥിക്കും യഥാർത്ഥത്തില് പറയാം. സ്വരാജും കൂടി കളത്തിൽ വന്ന സ്ഥിതിക്ക് അൻവറിനെയും സ്വരാജിനെയും നമ്മൾ നോക്കുമ്പോ ഇവിടെ ഷൗക്കത്തിന്റെ പ്രഭ കുറഞ്ഞു പോകുന്നുണ്ടോ? ഇല്ല. ഈ വ്യക്തിപരമായ പ്രഭ നോക്കുമ്പോ 3 പേർക്കും ഞാൻ പറയുന്നത് വ്യക്തിപരമായ നെഗറ്റീവ് സൈഡുകളുണ്ട്. പക്ഷെ താരതമ്യേന ഇപ്പോ അൻവറിന്റെ എല്ലാ വേസ്റ്റ് ആയിട്ടുള്ള സൈഡും പുറത്തു വന്നു, എക്സ്പോസ്ഡ് ആയി. ഉം. അൻവർ വെളിപ്പെട്ടിരിക്കുന്നു. അൻവർ തന്നെ വിളിച്ചു പറഞ്ഞതുപോലെ ഞാൻ ഞാൻ നഗ്നനായിരിക്കുന്നു. അതുകൊണ്ട് ഇനി അൻവറിന് പുതിയ പട്ടുടുപ്പും കൊടുത്തു വന്നിട്ട് ഞാൻ മറ്റേയാളാണ്, ഞാൻ മഹാനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അൻവർ എക്സ്പോസ്ഡ് ആയി. പിന്നെ ഈ സ്വരാജിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ സ്വരാജ് നാട്ടിൽ നേരത്തെ തന്നെ സ്വീകാര്യനല്ല. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ഒരു കാരണവശാലും സ്വന്തം മണ്ഡലത്തിൽ അദ്ദേഹം പരിഗണിക്കപ്പെടാതിരുന്നത്. അതുകൊണ്ടാണ് തൃപ്പൂണിത്തുറയിൽ പോയി അവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കെ ബാബുവിനെ തോൽപ്പിക്കാൻ പറ്റി, ജയിച്ചത് ഒരിക്കൽ മാത്രം ജയിച്ചു, 2ാം തവണ വീട്ടു തോറ്റു. അതുകൊണ്ട് സ്വരാജ് മറ്റെവിടെ നിന്നാലും കിട്ടുന്ന വോട്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്ന നിലയിൽ നിലമ്പൂരിൽ കിട്ടുമെന്ന് അദ്ദേഹം പോലും പ്രതീക്ഷിക്കുന്നില്ല. അതായത് മാത്രമല്ല അങ്ങ് പറയുന്നത് സോഷ്യൽ മീഡിയ താരം മാത്രമാണ് സ്വരാജ്. സോഷ്യൽ മീഡിയ താരം ആണ്, എന്താ തർക്കമുള്ളത്? ആലോചിച്ച് നോക്കൂ. പിന്നെ എത്ര ആളുകളെ പറ്റിക്കാൻ ശ്രമിക്കരുത് പുതിയ കാലത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയും. നീ കണ്ടോ, തലേന്ന് രാത്രി വരെ ഈ സ്വരാജ് നിലമ്പൂരിലുണ്ട്. എന്നിട്ട് പിറ്റേന്ന് രാവിലെ ഒന്ന് ഷൊർണൂർക്കോ അങ്ങാടിപ്പുറത്തേക്കോ പോയിട്ട് ട്രെയിനിൽ കയറി വന്നിട്ട് അവിടെ കോട്ടപ്രകാരം എല്ലാ 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 സ്റ്റേഷനിലും സ്വീകരണം ഏർപ്പാട് ചെയ്യുക, ആയിരങ്ങൾ അലയടിച്ചു. ആരെ പറ്റിക്കാനാണ്? സ്വന്തം നാട്ടുകാരെ പറ്റിക്കാൻ പറ്റുമോ? അപ്പൊ അതിലൊന്നും കാര്യമില്ല. മാത്രമല്ല സ്വരാജ് കൊച്ചു നാളിൽ തന്നെ മലപ്പുറത്തുകാരുടെ പ്രിയപ്പെട്ട നേതാവായിരുന്ന VS അച്യുതാനന്ദനെതിരെ നടത്തിയ പ്രസ്താവനകൾ എല്ലാവരുടെ ഉള്ളിലുണ്ട്. VSനെതിരെ വിമർശിക്കാൻ പാടില്ല എന്നല്ല, പക്ഷെ അന്ന് വെറും SFI നേതാവായിരിക്കുമ്പോ സ്വരാജ് അത് അത്തരം പ്രസ്താവനകൾ നടത്താമോ? അത് അപക്വതയല്ലേ, നന്ദികേടല്ലേ എന്ന ചോദ്യം എല്ലാവരുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് കൂടെ ചിലപ്പോ ക്യാമ്പയിൻ നടത്താൻ വേണ്ടി കോട്ടപ്രകാരം ആളുകളൊക്കെ വന്നിരിക്കും. സ്വന്തം CPM-മാരുടെ തന്നെ വോട്ട് എത്രത്തോളം സ്വരാജിന് കിട്ടുമെന്ന് നമ്മൾ കണ്ടറിയണം. വേറൊന്ന്, ഒരു CPI-കാരനെ കാണാൻ ഞാൻ മലപ്പുറത്ത് നിന്ന് തൃശ്ശൂർ വരെ പോകണം എന്ന് പറഞ്ഞ സ്വരാജിനെ CPI-കാരും മറന്നിട്ടുണ്ടാവില്ല. അപ്പോ സ്വരാജ് അങ്ങനെയൊക്കെയാണ്. മാത്രമല്ല സ്വരാജിനെതിരെ SFI ആയിരുന്ന കാലത്തും ഒക്കെ ഉണ്ടായിരുന്ന, DYFI ആയിരുന്ന കാലത്തും ഒക്കെ ഉണ്ടായിരുന്ന ധാരാളം ആരോപണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ അവിടെ നടന്നോളൂ. അപ്പോ സ്വരാജ് ഒരു കാരണവശാലും സ്വരാജ് നിലമ്പൂരിന് പറ്റിയ ഒരു സ്ഥാനാർത്ഥിയേ അല്ല. അത് നിവൃത്തികേട് കൊണ്ട് എല്ലാ വാതിലുകളും മുട്ടിയിട്ട്, എല്ലാ സ്വതന്ത്രന്മാരുടെയും വാതിലുകൾ മുട്ടിയിട്ട്, അവസാനത്തെ കോൺഗ്രസ്സുകാരന്റെയും വാതിലിൽ മുട്ടിയിട്ട് ഒരു കോൺഗ്രസ്സുകാരനെ കിട്ടുമോ എന്ന് പരിശോധിച്ചിട്ട് CPM ചെയ്ത പണിയാണ്, നിവൃത്തികേട് കൊണ്ട് ചെയ്ത പണിയാണ്. പക്ഷെ അതിന് കാരണമുണ്ട് കേട്ടോ. നിലമ്പൂരിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ എപ്പോഴൊക്കെ ഇടതുപക്ഷം ജയിച്ചിട്ടുണ്ടോ അതൊക്കെ കോൺഗ്രസിൽ നിന്ന് വോട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റിയപ്പോൾ മാത്രമാണ്. കുഞ്ഞാലി ആദ്യം ജയിച്ച 2 തവണ അത് വ്യക്തിപരമായ വോട്ടാണ്, അതൊരിക്കലും രാഷ്ട്രീയ വോട്ടല്ല. അതുകൊണ്ട് സ്വരാജ് എന്നത് ഇടതുപക്ഷത്തിന് നിലമ്പൂരിൽ നിർത്താവുന്ന ഏറ്റവും മോശം സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ടാണ് നിലമ്പൂര് അല്ലെങ്കിൽ അവരുടെ പോക്കറ്റിലുള്ള സ്ഥാനാർത്ഥിയല്ലേ, ആ മണ്ഡലത്തിൽ നിന്ന് ഉയർന്നു വന്ന വലിയ സ്ഥാനാർത്ഥിയല്ലേ, നേരത്തെ നിർത്തിക്കൂടെ? സ്വരാജ് പരിഗണിക്കപ്പെട്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞാൽ സ്വരാജ് ഏറ്റവും അവസാനത്തെ കാൻഡിഡേറ്റ് ആണെന്ന് അർത്ഥം. അതുകൊണ്ട് സ്വരാജ് ഒന്നും ഇടതുപക്ഷത്തിന് അവിടെ പിന്നെ വേറെന്താ. ഇതിലിപ്പോ ഷൗക്കത്തിന് അദ്ദേഹം ആര്യാടൻ മുഹമ്മദിന്റെ മകനാണ്. ലീഗിനിടയിൽ അല്ലെങ്കിൽ മുസ്ലിം സാമുദായിക സംഘടനകൾക്ക് ഇടയിൽ ഷൗക്കത്തിന്റെ പല നിലപാടുകളുടെയും അടിസ്ഥാനത്തിൽ വലിയ പരിഗണന ഇല്ല എന്ന് കേൾക്കുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ വാസ്തവമാണോ? അത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് തിരിച്ചടിയാവോ? ഇല്ല. അതിന്റെ കാരണം എന്താ വെച്ചാൽ ആര്യാടൻ ഷൗക്കത്തിന് ഈ യാഥാസ്ഥിക മുസ്ലിങ്ങൾക്കിടയിലുള്ള വിയോജിപ്പ്, അത് ആര്യാടൻ ഷൗക്കത്തിന്റെ നിലപാടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ വിയോജിപ്പിനെ ഇതിന്റെ എത്രയോ 10 മടങ്ങെങ്കിലുമാണ് അദ്ദേഹത്തിന്റെ പിതാവ് ആര്യാടൻ മുഹമ്മദ് പുലർത്തിയിരുന്നത്. പരസ്യമായിട്ട് മുസ്ലിം ലീഗിനെ, പാണക്കാട് തങ്ങളെ, മതയാഥാസ്ഥികന്മാരെയൊക്കെ വിമർശിച്ച കാര്യത്തിൽ ആര്യാടൻ മുഹമ്മദിന്റെ 7 അയലത്ത് എത്തിയിട്ടില്ല. അപ്പോ അതുകൊണ്ട് അന്നും ആര്യാടൻ മുഹമ്മദിനോട് ഉണ്ടായിരുന്ന വിയോജിപ്പ് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരുന്നെങ്കിൽ, ആര്യാടൻ മുഹമ്മദിനോട് പലപ്പോഴും മുസ്ലിം ലീഗ് പോലും അടഞ്ഞു നിന്നിരുന്നെങ്കിൽ ഇന്ന് അത് മാറിയിട്ടുണ്ട്.
ആര്യാടൻ ഷൗക്കത്തിന് അനുകൂലമായിട്ടാണ് മുസ്ലിം ലീഗ് ഒരുപക്ഷെ കോൺഗ്രസിനേക്കാൾ ആവേശത്തോടെ മുസ്ലിം ലീഗ് ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. പാണക്കാട് തങ്ങൾ തന്നെ സാധാരണ പ്രചാരണത്തിന് വരുന്നുണ്ട്. ആര്യാടൻ ഷൗക്കത്തിന് ഒരു കാര്യം തീർച്ചയാണ്, അച്ഛൻ മത്സരിച്ച കാലത്ത് ആര്യാടൻ മുഹമ്മദ് മത്സരിച്ച കാലത്തേക്കാളും അനുകൂലമായ നിലപാട് ആര്യാടൻ ഷൗക്കത്തിന് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നുണ്ട്. പിന്നെ സമസ്തയിലെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. മുസ്ലിം ലീഗിന്റെ വലിയ പിന്തുണ ആര്യാടൻ ഷൗക്കത്തിന് ഉള്ളത് കൊണ്ട് തന്നെ ലീഗ് വിരോധികളായ ഒരു സമസ്തയിൽ ഒരു ചെറിയ വിഭാഗം ഉണ്ട്. അത് നിലമ്പൂരിൽ അത്ര വലിയൊരു ഫാക്ടർ ഒന്നുമല്ല. പക്ഷേ അവരിനി ഉണ്ടെങ്കിൽ തന്നെ അത് പണ്ട് മുസ്ലിം യാഥാസ്ഥികന്മാരും മുസ്ലിം ലീഗിൽ നിന്നൊക്കെ കുറച്ച് വോട്ടുകൾ ആര്യാടന് നഷ്ടപ്പെട്ടിരുന്നത് സമാനമായ അത്ര പോലും വരില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ. ഇനി രണ്ടാമത്തെ ഒരു കാര്യം ആര്യാടൻ ഷൗക്കത്തിന് അനുകൂലമായിട്ടുള്ളത്, നിലമ്പൂരിൽ ഒരു ചരിത്രം നോക്കിയാൽ മതി. നിലമ്പൂരിൽ PV അൻവർ ജയിച്ചത് 2 തവണയാണല്ലോ, 2016-ലും 2021-ലും. 2016-ൽ അൻവർ തോൽപ്പിച്ചത് ആര്യാടൻ ഷൗക്കത്തിനെയാണ്. അന്ന് തോൽപ്പിക്കാനുള്ള സാഹചര്യം അന്ന് അൻവറിന് അറിയാമായിരുന്നു കൃത്യമായിട്ട്. നിലമ്പൂർ മണ്ഡലത്തിലെ കോൺഗ്രസുകാർക്കിടയിൽ പ്രബലമായ 2 ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഒന്ന് ആര്യാടൻ ഗ്രൂപ്പും ഒന്ന് VV പ്രകാശിന്റെ ഗ്രൂപ്പും. അതുകൊണ്ട് ആര്യാടൻ മാറി നിന്നപ്പോ സ്വന്തം മോന് സീറ്റ് കൊടുത്തപ്പോ ആര്യാടന് കൊടുക്കാനുള്ള ഒരു ഡോസ് കൊടുക്കാൻ തന്നെ തീരുമാനിച്ചതാണ് അന്ന് VV പ്രകാശും കൂട്ടരും. അതുകൊണ്ട് സ്വന്തം മോനെ മക്കൾ രാഷ്ട്രീയം അംഗീകരിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് VV പ്രകാശും കൂട്ടരും പരസ്യമായി എതിരായി പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് അന്ന് അൻവറിന് കിട്ടിയ വോട്ട്. അത് കഴിഞ്ഞിട്ട് അതിന് പരിഹാരക്രിയ നടത്തിയതാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്തിനെ മാറ്റി നിർത്തിയിട്ട് VV പ്രകാശിനെ നിർത്തി. VV പ്രകാശിനെ നിർത്തിയപ്പോ ഈ അൻവർ കഷ്ടിച്ച് ജയിച്ചെങ്കിലും ഭൂരിപക്ഷം കുറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ ആര്യാടൻ ഷൗക്കത്തിനോടുള്ള അത്രയും വിരോധം VV പ്രകാശിനോട് ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. അപ്പോഴും ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇന്നത്തെ അവസ്ഥ കോൺഗ്രസിൽ ഒട്ടും തന്നെ ഗ്രൂപ്പില്ലാത്ത, വിഭാഗീയതയില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് ഞാൻ ചരിത്രത്തിൽ ആദ്യമായി കാണുന്നത് ഇപ്പോ ആര്യാടൻ ഷൗക്കത്തിന്റെ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിന് അനുകൂലമാണ് കാര്യങ്ങൾ എന്ന് വേണം ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് പറയാൻ. തീർച്ചയായിട്ടും വളരെയധികം നന്ദി.